നീ ഇങ്ങനെ സെന്റി അടിക്കാതെ. ഒരുമാതിരി വൃത്തികെട്ട സംസാരം എന്നോട് പറയരുത്. ആരെ സെന്റർ നിർത്തി ഞാൻ അടിച്ചിട്ടില്ല ഞാൻ. എടി അതല്ല, നിനക്ക് അഫയർ വല്ലതും ഉണ്ടായിരുന്നോ? നിനക്ക് കല്യാണം കഴിക്കാത്ത എന്താന്ന്? അങ്ങനെ ചോദിച്ചാ 16-ാമത്തെ വയസ്സിൽ എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. ബാബു അല്ല, വേറൊരു പയ്യൻ. എന്നിട്ട് പറഞ്ഞാ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നേ. അങ്ങനെ കാണാതെ അങ്ങനെ ഞാൻ ഒളിച്ചു നോക്കുമായിരുന്നു. ആ ശബ്ദം കേൾക്കുമായിരുന്നു. അവസാനം എന്റെ പ്രേമം എന്റെ വീട്ടുകാരെ അറിഞ്ഞപ്പോ ആലോചിക്കാൻ വേണ്ടി പോവാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് പയ്യന്റെ സ്ഥലം അങ്ങ് ദൂരെയാണെന്ന്. അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തോണ്ട് എന്റെ സ്നേഹം ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ഒതുക്കി. അതൊക്കെ പോട്ടെ, ആരായിരുന്നു ആ പയ്യൻ? കമലഹാസൻ. ആരാ? സിനിമാ നടൻ കമലഹാസൻ. കമലഹാസനോ? കൺമണി, അൻപോട് കാതലൻ, ഞാൻ എഴുതും കടിതമേ. അയ്യടാ. അയ്യോ, അങ്ങനാണെങ്കിൽ ഞാൻ എത്ര പ്രാവശ്യം റോഡ് ക്രോസ് ചെയ്താ, എന്നിട്ട് ഞാൻ പറ്റില്ലല്ലോ. പിന്നെ നീ വന്നേ. നിങ്ങൾ എന്തിനാ ഞാൻ കുളിക്കുന്ന സോപ്പ് എടുത്ത് പട്ടിയെ കുളിപ്പിച്ചത്? വല്ല അസുഖം വന്നാലോ? അതോർത്ത് നീ പേടിക്കണ്ടടി. നല്ല ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെ ഞാൻ പട്ടിയെ കുളിപ്പിച്ച്. മനുഷ്യ, ഒരു പട്ടിയും പട്ടിക്കച്ചോളം എല്ലാത്തിനും ഞാൻ കളയും പറഞ്ഞേക്കാം കേട്ടോ. നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്റെ പട്ടിക്കച്ചവടം എന്റെ ബിസിനസിനെ തൊട്ട് പറയരുത്. നിങ്ങൾക്കറിയണം, ഇതെല്ലാം ഉണ്ടാക്കിയത് ഈ വീട്, നിന്റെ കഴുത കിടക്കുന്ന ഈ മാല, ഇതെല്ലാം പട്ടിക്കച്ചവടം നിർത്തി ഉണ്ടാക്കിയതാ. അല്ലെങ്കിൽ പട്ടി എത്ര നിസ്സാരമായിട്ട് പറയാൻ എന്തു ഇരിക്കുന്നത്? എന്റെ അഭിപ്രായം പറയുവാണെങ്കിൽ നമ്മുടെ ദേശീയ മൃഗം പട്ടിയാക്കണം. അതെങ്ങനെ? മറ്റേ ചെറ അത് അയാളിലൂടെ മാറ്റാൻ പറ്റൂ. 360/2 ഒക്കെ മന്മഥനെ കൃത്യമായിട്ട് ഇവിടെ എത്തിക്കും. ഓനറിയാം ആ ചെക്ക് ഓനുള്ളതല്ല, അത് ഞമ്മക്കുള്ളതാണ് എന്നൊക്കെ. ഓൻ സത്യസന്ധനാണ്. സത്യശീല സാറേ, ഓ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എന്താണ്? അങ്ങനെ ഒരു ചെറ ഈ പരിസരത്തില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അടുത്ത വർഷം മുതൽ ആ മെയിന്റനൻസ് വേണ്ടാന്ന് വെക്കുന്നതല്ലേ ബുദ്ധി? അയ്യോ, എന്ത് മണ്ടത്തരാണ് ഈ പറയണത്? ഇതാണ് നിങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാരെ തലയിൽ മുഴുവൻ കുതിരച്ചാണെന്ന് പറയുന്നത്. ഇല്ലാത്ത ചെറയുടെ പേരിൽ പൈസ വാങ്ങിച്ചോണ്ടിരിക്കല്ലേ എല്ലാ വർഷവും. അടുത്ത വർഷം നമ്മൾ ചെയ്യുന്നില്ല എന്ന് വെക്കി. അപ്പോ എന്തുകൊണ്ട് ചെറ മെയിൻ്റെനൻസ് ചെയ്യുന്നില്ല എന്ന് മോളിന്ന് വിളിച്ചു ചോദിച്ചാൽ നമ്മൾ എന്ത് സമാധാനം പറയും? അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നല്ലാണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല സാറേ, ഈ ചെറ മെയിൻ്റെനൻസിന്റെ പേരിൽ ഈ കായ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ഈ ഒരു ഐഡിയ ആരെ തലയിൽ ഉരിച്ച ഐഡിയ? അത് എനിക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഏന്റെ തലയിൽ ഉരിച്ച ബുദ്ധിയാണെന്നാണ് എന്റെ ഒരു നിഗമനം. ഇനിയിപ്പോ നമ്മളായിട്ട് അത് നിർത്താനൊന്നും പോണ്ട, ആ പാരമ്പര്യം തുടർന്നുകൊണ്ടേ. പഠിത്തമൊക്കെ കഴിഞ്ഞ് രാഷ്ട്രീയത്തിൽ വന്നു. രാഷ്ട്രീയത്തിൽ വന്നിട്ട് LC സെക്രട്ടറി വരെ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. അത് പറഞ്ഞൂടാ, അത് വലിയ കാര്യം. പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പോസ്റ്റാണ്. എന്നിട്ട് പിന്നെ എന്താ സത്യേട്ടൻ അതിന്ന് പോന്നെ? അവർക്ക് എന്നെ പറ്റില്ലല്ലോ. എന്താ? ഞാൻ സ്വർണ്ണ മോതിരിടും, സ്വർണത്തിന്റെ ചെയിൻ ഇടും, പിന്നെ അമ്പലത്തിൽ പോവും. അതൊക്കെ ബൂർഷോ മെന്റാലിറ്റി ആണെന്ന്. ഓട്ടമില്ലെന്ന് പറഞ്ഞാൽ ഞാനും പോന്നു. പിന്നല്ലാതെ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? അത് കഴിഞ്ഞിട്ടല്ലേ ഞാൻ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ആയത്. അവര് പിടിച്ച് പുറത്താക്കുകയും ചെയ്തു. അവര് പിടിച്ച് പുറത്താക്കിയതല്ലോ, ഞാൻ പോന്നതല്ലേ. അതിനാ ഈ കണക്കല്ലേ, കണക്ക് നോക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. പിന്നെ അതിനവരെല്ലാരും കൂടെ കൂടിയിട്ട് എന്നെ അമ്പലം വിഴുങ്ങി എന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതിനെന്നെ കിട്ടില്ല, ഞാനിങ്ങ് പോന്നു. അങ്ങനെ സ്ഥാനങ്ങളിൽ നിന്ന് സ്ഥാനങ്ങളിലൂടെയുള്ള യാത്രയില് ഇപ്പോ മഹാത്മാ വായനശാലയുടെ സെക്രട്ടറി വരെ ആയി നിൽക്കുന്നു. പറ്റിയ സ്ഥലത്ത് എത്തി. അല്ല പിന്നെ